ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തന്ത്രി കണ്ഠരര് രാജീവരരെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ തന്ത്രിയുള്ളത്. ജയിലിൽ തുടരുമ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാനാണ് തന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലുമൊത്തുള്ള അഭിമുഖത്തെ തങ്ങൾ പരിഹസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിയുമായുള്ള അഭിമുഖത്തിന്റെ പേരും ഇരുവർ എന്നായിരുന്നുവെന്നും പേരെങ്കിലും മാറ്റാമായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. പുതുയുഗ യാത്രയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷനെയും PSC പ്രായപരിധിയെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ വിമർശനം. സർക്കാർ കൃത്യമായ നിയമനങ്ങൾ നൽകിയില്ല. ഉദ്യോഗാർത്ഥികൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട സർക്കാരാണിത്. എന്നിട്ടാണ് പോകുന്ന സമയത്ത് PSCയുടെ പ്രായം കൂട്ടിയെന്ന പ്രഖ്യാപനം നടത്തുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 3 വർഷക്കാലം പൂഴ്ത്തിവെച്ചെന്നും സതീശൻ വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികളുടെ റിമാൻഡ് നീട്ടി. KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ റിമാൻഡ് കാലാവധിയാണ് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. KS ബൈജു നാളെ സ്വാഭാവിക ജാമ്യ ഹർജി നൽകും. ദ്വാരപാലക ശില്പക്കേസിലാണ് ജാമ്യ നീക്കം നടക്കുന്നത്. കട്ടളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. തിരുവനന്തപുരത്ത് CPMന്റെ സിറ്റിംഗ് MLAമാർ എല്ലാവരും മത്സരിക്കാൻ CPMൽ തീരുമാനം. ജില്ലാ സെക്രട്ടറി V ജോയി വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. തിരുവനന്തപുരവും കോവളവും ഏറ്റെടുക്കണമെന്നായിരുന്നു സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നത്. അതേസമയം ജില്ലാ സെക്രട്ടറി V ജോയി വീണ്ടും മത്സരരംഗത്തെത്തുന്നതോടെ തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ സെക്രട്ടറി വരും. കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും സ്ലാബ് തകർന്ന അപകടം. ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രധാന വ്യാപാര കേന്ദ്രത്തിന്റെ സമീപത്തുള്ള വാടിയിൽ ലൈനിലാണ് അപകടം ഉണ്ടായത്. ഉമ്മർ എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണിത്.